എന്തുകൊണ്ടാണ് മാരുതി പോലുള്ള ഒരു ബ്രാൻഡിനെ ഇത്രയും വലിയ വമ്പന്മാർ വന്നിട്ട് വലിയ ടെക്നോളജി കയ്യിലുള്ള ആൾക്കാർ വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസിൽ അവരെ കാണാൻ പറ്റാത്തത്? കാരണം അവർക്ക് ഈ കസ്റ്റമർ അറിയാം. ഈ എന്റർപ്രണർഷിപ്പ് മറ്റേത് തൊഴിൽ മേഖലയെ പോലെ തന്നെയും ഇതും ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്കൊരു 20% 30% വരെയുള്ള കാര്യങ്ങളെ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ത്രൂ എക്സ്പീരിയൻസ് ഡെവലപ്പ് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന അറ്റംപ്റ്റിലേക്ക് പോകണം. അങ്ങനെ അദ്ദേഹം ആ ഒരു പർസ്യൂട്ടിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ എബിലിറ്റി ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യപ്പെടും. മറ്റൊരാൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ കൊണ്ട് പല ബ്രാൻഡുകളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നതിനുള്ള ഒരു കാരണം അതാണ്. അവരുടെ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അവരുടെ കപ്പാസിറ്റി അവർ ഓവർ ദ ഇയേഴ്സ് അവർ ഉണ്ടാക്കിയെടുത്തത്. മറ്റൊരാൾക്ക് വന്നിട്ട് ഒരു ഫൈൻ മോർണിംഗിൽ അദ്ദേഹത്തിനെ കോപ്പി ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്തുകൊണ്ടാണ് മാരുതി പോലുള്ള ഒരു ബ്രാൻഡിനെ ഇത്രയും വലിയ വമ്പന്മാർ വന്നിട്ട് വലിയ ടെക്നോളജി കയ്യിലുള്ള ആൾക്കാർ വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസിൽ അവരെ തൊടാൻ പറ്റാത്തത്? കാരണം അവർക്ക് ഈ കസ്റ്റമർ അറിയാം. കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് കസ്റ്റമർ ചിന്തിക്കുന്നതെന്ന് അറിയാം. അതിന് വേണ്ടിയിട്ടൊരു ഒപ്റ്റിമൈസേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെക്നോളജിൻ്റെ മുകളിൽ മാത്രം നമ്മൾ പാഷനേറ്റ് ആവുമെന്നുള്ളതല്ലേ, ഉപയോഗിക്കുന്ന ആളും കൂടി ആ ഡിസൈനിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കസ്റ്റമറുടെ നീഡ് അറിഞ്ഞ് അയാൾക്ക് വേണ്ടത് സെർവ് ചെയ്യാൻ ബിസിനസ് സാധിക്കും. ATBC, Profit with Purpose, Prosperity for All.